Anywhere you go, anywhere you go, give it all. ഡാമിൻ ലിയോൺ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു അമേരിക്കൻ ഹൊറർ സൈക്കോ സ്ലാഷർ ക്രൈം ത്രില്ലർ ചിത്രമാണ് ടെറിഫയർ 3. ഈ ചിത്രത്തിൻ്റെ 1ാം ഭാഗവും 2ാം ഭാഗവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ? രക്തം കൊണ്ട് എഴുതിയ കഥയാണിത്. പേടിക്കാതെ കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒരു തുള്ളി ചോര കണ്ടാൽ തല കറങ്ങി വീഴുന്നവരും ഗർഭിണികളും 18 വയസ്സിന് താഴെയുള്ളവരും പിന്നെ TV സീരിയൽ കണ്ടാൽ കരച്ചിൽ വരുന്ന ലോല ഹൃദയമുള്ളവരും ഈ ചിത്രം കാണരുത്. കണ്ടാൽ പേടിച്ച് ഒരു 1.5 ലിറ്റർ മൂത്രം പോകും. ഇനി നിങ്ങൾ ഒരു കഡിനോസ്കി ഹൃദയമുള്ളവർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു കൊഡുരോസ്കി ചിത്രം കണ്ടു തീർക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കണ്ടു തീർക്കും എന്ന് ചങ്കൂറ്റം ഉള്ളവർ മാത്രം ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കൂ. ഇനി നമുക്ക് കൂടുതൽ ടൈം കളയാതെ അതിനു മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതീ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ക്രിസ്മസിനു വേണ്ടി അതിമനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഒരു വീട് കാണാം. ആ വീട്ടിൽ ഒരു അച്ഛനും ഒരു അമ്മയും അവരുടെ 2 കുട്ടികളും ഉണ്ട്. എല്ലാവരും ഉറക്കത്തിലാണ്. അന്നേരം അമ്മയുടെ മുഖത്തടിക്കുന്ന വെളിച്ചത്ത് ആരുടെയോ ഒരു നിഴൽ. എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് മകൾ ആയിരുന്നു. അമ്മയെ, മുകളിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ, മോളെ നീ പിന്നെയും തുടങ്ങിയോ? അത് സാന്റാക്ലോസ് അല്ല മോളെ. സാന്റാക്ലോസ് വരാൻ വേണ്ടി സാന്റാക്ലോസിൻ്റെ സഹായികളായ എൽഫുകളാണ് വന്ന് ജോലി ചെയ്യുന്നത്. നീ കിടന്ന് ഉറങ്ങിക്കോ, നാളെ എഴുന്നേൽക്കുമ്പോൾ സാന്റ നിനക്ക് ഗിഫ്റ്റ് വച്ചിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മകളെ കൺവിൻസ് ചെയ്ത് ഉറക്കാൻ നോക്കുമ്പോൾ, ശരി അമ്മേ, പിന്നെ ഉണ്ടല്ലോ എൽഫുകൾക്ക് ബിസ്ക്കറ്റും പാലും കൊടുക്കണ്ടേ, അതൊക്കെ ഞാൻ കൊടുക്കാം, നീ ഇനി എഴുന്നേറ്റ് പോവണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നേരെ കിച്ചണിൽ പോയി ബിസ്ക്കറ്റും പാലും അവിടെ എടുത്തു വെച്ച് നേരെ ബെഡ്റൂമിൽ പോയി, ഏയ് മനുഷ്യ, ഞാൻ കിച്ചണിൽ പട്ടി ബിസ്ക്കറ്റും പാലും വെച്ചിട്ടുണ്ട്, അത് രാവിലെ മകൾ ഉണരുന്നതിന് മുൻപേ നിങ്ങൾ പോയി കഴിക്കണം. അവൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവാനേ പാടില്ല. എന്നാൽ മാത്രമേ അവൾ അതൊക്കെ സാന്റാക്ലോസിൻ്റെ എൽഫുകളായിരിക്കും കഴിച്ചത് എന്ന് വിശ്വസിക്കൂ. അത് കേട്ടോ ഇല്ലയോ എന്നറിയില്ല. ആ മനുഷ്യൻ പകുതി ഉറക്കത്തിൽ സീജ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യ് എന്ന് പറയുകയാണ്. അത് കേട്ട് നിങ്ങൾ എന്താ മനുഷ്യ കുണുകുണുവെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ കാലാപ്പുരി മുത്തപ്പ എന്ന് പ്രാർത്ഥിച്ച് കിടക്കുകയാണ്. അല്പം കഴിഞ്ഞ് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് കുട്ടിപ്പെണ്ണ് ഉണർന്ന് ഇരിക്കുമ്പോൾ ആ ശബ്ദം താഴെ നിന്നാണ് കേൾക്കുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ പോയി നോക്കുമ്പോൾ ദേ സാന്റ വന്ന് നിൽക്കുന്നു. അത് കണ്ട കുട്ടിപ്പെണ്ണ് ശബ്ദം ഉണ്ടാക്കാതെ ഒളിഞ്ഞു നിൽക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കിയാൽ സാന്റ ഗിഫ്റ്റ് അവിടെ വെക്കാതെ പോയാലോ എന്ന് കരുതി അങ്ങനെ സാന്റ സഞ്ചിയിൽ നിന്നും കൈയിട്ട് എന്തോ എടുക്കാൻ നോക്കുമ്പോൾ, ഹായ്, എനിക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്ന് സന്തോഷിച്ച് നിൽക്കുമ്പോൾ സാന്റ എടുത്തത് ഒരു കോടാലിയാണ്. അത് കണ്ടതോടെ അവളുടെ ഉള്ളിൽ ഭയം വന്നു തുടങ്ങി. സാന്റ നേരെ മുകളിലേക്ക് നടന്നു പോയി കുട്ടിപ്പെണ്ണിൻ്റെ ഒരു ബ്രദർ കിടന്നിട്ടുള്ള റൂമിലേക്ക് പോയി നിൽക്കുകയാണ്. പെട്ടെന്ന് ഇറച്ചി വെട്ടുന്ന പോലെ ചതക്ക് ചതക്ക് എന്ന് വെട്ടുന്ന ശബ്ദം കേട്ട് കുട്ടിപ്പെണ്ണ് ഭയന്ന് നിൽക്കുമ്പോൾ ദേ സാന്റ ഡോർ തുറന്നു വരുന്നു. അകത്തുള്ള കുട്ടിപ്പയ്യനെ സാന്റ വെട്ടിക്കൊല്ലുകയായിരുന്നു. ശേഷം സാന്റ നേരെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൽ പോയി നിൽക്കുമ്പോൾ 2 പേരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. കോടാലിയെടുത്ത് അച്ഛൻ്റെ കഴുത്തിലേക്കും വയറിലേക്കും ഒക്കെ ചറപ്പറാന്ന് വെട്ടിക്കൊണ്ടിരിക്കെ രക്തം തെറിച്ചപ്പോൾ അമ്മ ഉണർന്നു നോക്കുമ്പോൾ ആ കൊടൂര കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. സാന്റയുടെ വേഷത്തിൽ വന്ന ആർട്ട് ദി ക്ലൗൺ എന്ന സൈക്കോ തൻ്റെ ഹസ്ബൻഡിനെ കൊടൂരമായി കൊലപ്പെടുത്തി നിൽക്കുന്ന ആ കാഴ്ച കണ്ട് അമ്മ അലറി അടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. പുറകെ സൈക്കോയും പിന്തുടരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു റൂമിൽ പോയി ഡോർ അടച്ച് നിന്നെങ്കിലും കോടാലി വെച്ച് ഡോർ വെട്ടി കൊലവെറിയോടെ നോക്കുകയാണ്. അമ്മ, എൻ്റെ മക്കൾ എവിടെയാ എന്ന് ഭയന്ന് ഓടിപ്പോയി മകൻ്റെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെയും ആ ഷോക്കിംഗ് ആയ കാഴ്ച കാണുകയാണ്. കുട്ടിപ്പയ്യനെ സൈക്കോ വെട്ടി കൈ വേറെ കാല് വേറെ തല വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ആ അമ്മ അത് എങ്ങനെ സഹിക്കുന്നു എന്നറിയില്ല. ഇനിയുള്ളത് മകളാണ്. കുട്ടിപ്പെണ്ണ് എവിടെയാ എന്ന് വീടിൻ്റെ ഓരോ വശത്തായി ഓടിപ്പോയി തിരഞ്ഞു നോക്കിയെങ്കിലും കണ്ടില്ല. സൈക്കോ വരുന്നത് കണ്ട് വീണ്ടും വീട് വിട്ട് ഓടിപ്പോകാൻ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. പുറകെ എത്തിയ സൈക്കോ കോടാലി ഒരൊറ്റ ഏറ് നടുപ്പുറം തുളച്ച് കയറി പിന്നെയും വിടാതെ കോടാലി വലിച്ചൂരി വയറിലേക്ക് ഒരൊറ്റ വെട്ട്. രക്തം ഒഴുകാൻ തുടങ്ങി. തീർന്നില്ല. അടുത്ത വെട്ട് കൈ കഷ്ണമായി നിലത്ത് വീണ്. ഇനി അവസാനത്തെ വെട്ട് അത് തലയ്ക്ക് ആയിരുന്നു. അതോടെ അവൾ കൊടൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് ആർട്ട് ദി ക്ലൗൺ എന്ന സൈക്കോയുടെ കൊല്ലൽ രീതി. അങ്ങനെ അതിനുശേഷം അമ്മ കിച്ചണിൽ വെച്ച ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച് ആ
പ്ലേറ്റ് കഴുകി വെക്കുകയാണ്. കാരണം ഇനി ആ പ്ലേറ്റ് കഴുകാൻ ഈ വീട്ടിൽ ആരും ജീവനോടെ ഇല്ലല്ലോ എന്ന് സൈക്കോ ചിന്തിച്ചിട്ടുണ്ടാവാം. പെട്ടെന്ന് കബോർഡിൽ നിന്നും എന്തോ ചെറിയൊരു ശബ്ദം. മെല്ലെ പോയി തുറന്നു നോക്കുമ്പോൾ ദേ കുട്ടിപ്പെണ്ണ് പേടിച്ച് ഒളിച്ചിരിക്കുന്നു. പിന്നീട് അവിടെ എന്താ നടന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ, അതായത് ടെറിഫയർ 2 ക്ലൈമാക്സിൽ സിയാന സൈക്കോയുടെ തലവെട്ടി കൊലപ്പെടുത്തിയിട്ടല്ലേ പോയത്. സൈക്കോയുടെ ബോഡി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അവിടേക്ക് എത്തി സൈക്കോ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് സ്റ്റേഷനിലെ വേറെ ഒരു പോലീസിൽ ഇൻഫോം ചെയ്ത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു, വേറെ ഒരാളെ കൂടി അയക്കോ എന്ന് പറഞ്ഞ് സൈക്കോയുടെ അടുത്ത് പോയി നോക്കിയിട്ട് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി തിരിഞ്ഞു വീണ്ടും സൈക്കോയെ നോക്കുമ്പോൾ അതിനെ കാണാനില്ല. ഭയത്തിന്മേൽ ഭയത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സൈക്കോ വന്ന് പോലീസുകാരന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കുകയാണ്. സൈക്കോയ്ക്ക് തല പോലും ഇല്ല. പിന്നെ എങ്ങനെയാ ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ സൈക്കോ ഒരു സോംബി കൂടിയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്താൽ വിക്ടോറിയ ഉള്ള ആ ജയിൽ ഉണ്ടല്ലോ അത് കാണാം. അവസാനം വിക്ടോറിയയെ കാണാൻ ഒരു നേഴ്സ് പോയപ്പോൾ വിക്ടോറിയയുടെ കയ്യിൽ സൈക്കോ ക്ലൗണിന്റെ തല ഉണ്ടായിരുന്നില്ലേ, അത് കണ്ട് നേഴ്സ് അലറി ഒച്ച വെക്കുകയാണ്. ഇപ്പോൾ ആ ശബ്ദം കേട്ട് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി പോയി നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. വിക്ടോറിയയും സൈക്കോയുടെ തലയും ചേർന്ന് നഴ്സിനെ കൊലപ്പെടുത്തി പച്ചക്ക് കഴിക്കുകയാണ്. എന്തോ അൽഫാം കഴിക്കുന്ന പോലെ. അതൊക്കെ കണ്ട് കോരിത്തരിച്ച് നിൽക്കുമ്പോൾ ഏയ് ഞാനല്ല കൊന്നത്, ഈ സൈക്കോ ക്ലൗണാണ്, ഇവനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് വിക്ടോറിയ അലറി പറയുമ്പോൾ സെക്യൂരിറ്റി ഓടാൻ നോക്കുമ്പോൾ ദേ മറ്റേ വശത്ത് സൈക്കോ തലയില്ലാതെ നിന്നിട്ട് ഹായ് എന്ന് കൈ കാണിക്കുന്നു. അത് നോക്കി നിൽക്കെ പെട്ടെന്ന് വിക്ടോറിയ ചാടി വന്ന് സെക്യൂരിറ്റിയുടെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി അവളുടെ മോന്തക്ക് ഒരടി ഇങ്ങോട്ടും ഒരടി അങ്ങോട്ടും കൊടുത്തെങ്കിലും അതിന് ഒന്നും സംഭവിച്ചില്ല. അവൻ്റെ വായിൽ കൈയിട്ട് നാക്ക് പിഴുതെടുക്കാൻ നോക്കുകയാണ്. അന്നേരം സൈക്കോ വന്ന് സെക്യൂരിറ്റിയുടെ തലയിൽ മാന്തി കണ്ണും മുഖത്തിന്റെ തോല് അടക്കം കീറി പറിച്ചെടുക്കുകയാണ്. അവനെ കൊടൂരമായി കൊല്ലുന്ന ആ കാഴ്ച കണ്ട് സൈക്കോയുടെ ആ തല ആസ്വദിക്കുന്നത് കാണാം. അങ്ങനെ ആ കൊലയ്ക്ക് ശേഷം രണ്ടുപേരും നേരെ പോയി മെട്രോ ട്രെയിനിൽ ഇരിക്കുമ്പോൾ അതുവഴി ദേ മറ്റൊരു ക്ലൗൺ വരുന്നു. ആക്ച്വലി അവൻ ഹാലോവിന്റെ ഭാഗമായി ആർട്ട് ദി ക്ലൗണിന്റെ വേഷം ധരിച്ചിട്ടാണ് വന്നത്. അവൻ ശരിക്കുമുള്ള ആർട്ട് ദി ക്ലൗണിനെ കണ്ടപ്പോൾ അത് ശരി, എന്നെക്കാളും നന്നായത് നിങ്ങളുടെ വേഷമാണ് എന്ന് പുകഴ്ത്തി പറഞ്ഞ് ഒന്നും അറിയാതെ ഫോട്ടോ എടുത്ത് ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് സീജു വ്ളോഗ്സിനെ മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അത് കണ്ട് രണ്ടുപേരും ചിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ എന്തോ ഒരു പീപ്പി കൂടി ഉണ്ട്. പിന്നീട് കാണുന്നത് ഒരു പഴയ ബിൽഡിംഗ്. അവിടെ അല്പം കഴിഞ്ഞ് വിക്ടോറിയയും സൈക്കോയും എത്തുകയാണ്. കയ്യിൽ നേരത്തെ ട്രെയിനിൽ വെച്ച് കണ്ട അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പീപ്പിയും ഉണ്ട്. അവനെയും ഇവർ കൊന്ന് കാലാപുരിക്ക് അയച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടെ കത്തിയും ചുറ്റികയും ഒക്കെ കാണുമ്പോൾ സൈക്കോയ്ക്ക് സന്തോഷമാവുകയാണ്. വിക്ടോറിയ ആണെങ്കിൽ അവിടെയുള്ള എലിയെ പിടിച്ച് അതിനെ നോക്കി സന്തോഷപ്പെടുന്നു. ശേഷം സൈക്കോ നേരെ പോയി ഒരു ചെയറിൽ ശാന്തമായി ഇരിക്കുകയും വിക്ടോറിയ ആണെങ്കിൽ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് കുറച്ചു നേരം ഈ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് തല കൊണ്ട് കണ്ണാടി ഇടിച്ച് പൊട്ടിച്ച് ഒരു കഷ്ണം പീസ് എടുത്ത് നേരെ ബാത്ത് ഡബയിൽ പോയി ഇരുന്ന് എന്ത് ചിന്തിച്ചു എന്നറിയില്ല സ്വന്തം കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. സൈക്കോ ആണെങ്കിൽ ഒറ്റ ഇരിപ്പ് തന്നെ. ആ ഇരുത്തം 5 വർഷം നീണ്ടു നിൽക്കുന്നു. അങ്ങനെ 5 വർഷത്തിന് ശേഷം ഒരു വെൽനെസ് ഹോസ്പിറ്റൽ കാണാം. അതായത് ഡിപ്രഷൻ ഒക്കെ അനുഭവിക്കുന്നവരെ ചികിത്സിക്കുന്ന കേന്ദ്രം, അതായത് മെൻ്റൽ ഹോസ്പിറ്റൽ. അവിടേക്ക് ഗ്രെഗ് എന്നൊരുത്തൻ വന്ന് എനിക്ക് സിയാനയെ കാണണം എന്ന് റിസപ്ഷനിസ്റ്റിനോട് പറയുമ്പോൾ കൃത്യം അവിടേക്ക് സിയാന ബാഗും എടുത്തു വരുന്നത് കാണുകയാണ്. ഗ്രെഗ് സിയാനയുടെ അങ്കിളാണ്. അങ്ങനെ അവർ കുശലം പറഞ്ഞുകൊണ്ട് പോവാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ അവിടെ അങ്കിളിൻ്റെ മകൾ ഗബ്ബി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷപ്പെടുകയാണ്. ജസ് ആൻറ്റിക്കും സിയാനയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഗബ്ബി സിയാനയെ നേരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗബ്ബിയുടെ ചില കാര്യങ്ങൾ, അവൾ വരച്ച ചിത്രങ്ങളും റൂം ഡെക്കറേറ്റ് ചെയ്തു വെച്ച കാര്യങ്ങൾ ഒക്കെ കാണിച്ചു കൊടുത്ത് സ്വയം പുളകം കൊള്ളുമ്പോൾ സിയാന അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശേഷം സിയാന അവളുടെ ലഗേജ് ഒക്കെ എടുത്തു വെക്കുമ്പോൾ സിയാനയുടെ ഡയറി ഗബ്ബിക്ക് കിട്ടുകയാണ്. അവളത് വായിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ചു വാങ്ങി മോളെ നീ എന്ത് വേണേലും ചോദിക്ക്, ബട്ട് ഈ ഡയറി മാത്രം എടുക്കരുത് എന്ന് തറപ്പിച്ച് പറയുകയാണ്. എന്തെന്നാൽ ആ ഡയറിയിൽ അവളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും കുറിച്ചു വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആർട്ട് ദി ക്ലൗൺ എന്ന സൈക്കോ സിയാനയുടെ അമ്മയെ കൊന്ന കാര്യം ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഗബ്ബി അറിഞ്ഞാൽ ഭയപ്പെടും എന്നോർത്താണ് ഡയറി കൊടുക്കാത്തത്. ഇപ്പോൾ ആ പഴയ ബിൽഡിംഗ് കാണാം. ഏത് 5 വർഷം മുൻപ് സൈക്കോയും വിക്ടോറിയയും
എത്തിയ ആ ബിൽഡിങ് അതിപ്പോൾ ക്ലീൻ ചെയ്ത് പുതുക്കി പണിയാൻ 2 പേർ വന്നിരിക്കുന്നത് കാണാം. 2 പേരും ആ വീടിനകത്ത് കയറി ഓരോ ഭാഗവും നോക്കുമ്പോൾ ഒരുത്തന് അവിടെ സൈക്കോ ഇരിക്കുന്നത് കാണുകയാണ്. 5 വർഷമായി ഒരേ ഇരിപ്പാണ്. അത് കണ്ട് ഈ ഡമ്മി കൊള്ളാലോ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇനി ഇത് ഒറിജിനൽ ആണോ എന്ന് സംശയിച്ച് ഹായ് ഹോയ് എന്ന് കാണിച്ചെങ്കിലും സൈക്കോയ്ക്ക് അനക്കമില്ല. ഇനി അതിൻ്റെ കഥ കഴിഞ്ഞോ അതോ അഭിനയിക്കുകയാണോ എന്നറിയില്ല. മറ്റൊരുത്തൻ ബാത്ത് ഡബ്ബയിലുള്ള വിക്ടോറിയയെ കാണുകയാണ്. ഇതാരുടെ ഡെഡ് ബോഡി ആയിരിക്കും, ആകെ ദ്രവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കെ വിക്ടോറിയയുടെ കയ്യിൽ ഒരു കണ്ണാടി കഷ്ണം ഉണ്ടായിരുന്നില്ലേ, അതെടുത്ത് ഓൻ്റെ ചങ്കിലേക്ക് ഒരൊറ്റ കുത്ത്. ഓൻ്റെ കഥയും കഴിഞ്ഞ് മറ്റേ വശത്ത് സൈക്കോയെ കുറുകുറുവെന്ന് നോക്കി നിൽക്കുമ്പോൾ ഓൻ്റെ മുഖത്തേക്ക് പിടിച്ച് ഒരൊറ്റ ഏറ്. എന്നിട്ട് ഒരു വലിയ ആണിയെടുത്ത് ഒരു കയ്യിൽ കുത്തി നിർത്തി മറ്റേ കയ്യിൽ പിടിച്ച് ഓൻ്റെ വിരൽ കടിച്ച് പറിച്ചെടുത്ത് തുപ്പിക്കളഞ്ഞിട്ട് ഒരു ബ്ലേഡ് എടുത്ത് ഓൻ്റെ തല കീറി മുറിക്കാൻ തുടങ്ങി. തലയിലെയും മുഖത്തെയും തോല് കീറി മുറിച്ചെടുത്ത് നിൽക്കുന്ന ആ കൊഡുരോസ്കി കാഴ്ച കണ്ട് വിക്ടോറിയ രസിക്കുകയാണ്. ഇപ്പോൾ ഗ്രെഗിൻ്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്ബിക്ക് സിയാനയുടെ കഴുത്തിലുള്ള ഒരു മുറിവ് കണ്ട് അത് എന്തു പറ്റിയതാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അച്ഛനും അമ്മയും ഇടയിൽ കയറി മോളെ അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഷയം മാറ്റുകയാണ്. ആക്ച്വലി സിയാനയുടെ കഴുത്തിലുള്ളത് പണ്ട് സൈക്കോയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ പറ്റിയ പാടാണ്. പഴയ കാര്യങ്ങൾ സിയാന വീണ്ടും ഓർത്ത് വീണ്ടും മനോനില തെറ്റാതിരിക്കാനാണ് പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത്. സിയാന 5 വർഷമായി മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ സിയാനയ്ക്ക് തൻ്റെ മുന്നിൽ കൊല്ലപ്പെട്ട ഫ്രണ്ടുകാരി ബ്രൂക്കിൻ്റെ പ്രേതത്തെ കാണുകയാണ്. ബ്രൂക്കിനെ സൈക്കോ കൊന്നതാണല്ലോ. ഇപ്പോൾ ബ്രൂക്കിൻ്റെ ആത്മാവ് സിയാനയോട് ഞാൻ കൊല്ലപ്പെടാനും നിന്റെ അമ്മ കൊല്ലപ്പെടാനും കാരണം നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇമോഷണലി തളർത്താൻ നോക്കുകയാണ്. ഞാനല്ല അല്ല എന്ന് സിയാന കലിപ്പിൽ പിറുപിറുക്കുമ്പോൾ നീ തന്നെ എന്ന് ബ്രൂക്കും വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ സിയാന തൽക്കാലം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അവൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ട ആൻറ്റിയും അങ്കിളും സിയാനയുടെ വട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജൊനാഥനെ കാണാം. അവൻ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. അവനിപ്പോൾ റൂമിലോട്ട് പോകുമ്പോൾ റൂംമേറ്റ് കോളി എന്നൊരുത്തൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഡിങ്കോൾഫി ചെയ്യുന്നതാണ് കാണുന്നത്. സോറി എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അവൻ ജൊനാഥനെ എടാ പോകല്ലേ വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ജൊനാഥന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവളുടെ പേര് മിയ. അന്നേരം മിയ എടാ ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന അതായത് ആർട്ട് ദി ക്ലൗൺ എന്ന കൊടൂര സൈക്കോയെക്കുറിച്ച് ഓരോ എപ്പിസോഡ് പോലെ പോഡ്കാസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യലാണ് പണി. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം. സൈക്കോയുടെ കയ്യിൽ നിന്നും ഇതുവരെ നിങ്ങൾ അല്ലാതെ വേറെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. നീ നിന്റെ ചേച്ചിയെ സിയാനയെ എൻ്റെ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ പറയോ എന്ന് ജൊനാഥനോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തോ ടെൻഷനാവുന്നത് ശ്രദ്ധിച്ച കോളി എടേ അവൻ അതിൽ നിന്നൊക്കെ ഇപ്പോഴാണ് മാറി മാറി വരുന്നത്. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്ന് ഗേൾ ഫ്രണ്ടിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏയ് പ്രശ്നമില്ല ഞാൻ അക്കാര്യം ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ജൊനാഥൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം സിയാന ജൊനാഥനെ കോൾ ചെയ്ത് എടാ കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്, ഇനി വരുന്ന ക്രിസ്മസിന് കാണാം. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുകയാണ്. അന്നേരം അവിടേക്ക് ഗബ്ബി വന്ന് എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ നോർമലാണ് എന്ന് പറഞ്ഞു വിടുകയാണ്. സിയാനയ്ക്ക് ഡിപ്രഷൻ ഒക്കെ ഉണ്ട്. അതിനാലാണ് ജൊനാഥനെ വിളിച്ച് സംസാരിച്ചത്. അതേപോലെ ഡിപ്രഷൻ ഗുളിക ഒക്കെ കഴിക്കാറുണ്ട്. ഇതേ നേരം സൈക്കോയെ കാണാം. സൈക്കോ ആണെങ്കിൽ ഇനി ഏത് രീതിയിൽ ആണ് ആൾക്കാരെ കൊല്ലേണ്ടത് എന്ന് പ്ലാൻ ചെയ്ത് ഓരോ പുതിയ വെപ്പൺ കണ്ടുപിടിക്കുകയാണ്. നൈട്രജൻ വെച്ചൊരു വെപ്പൺ, ഇത് സ്പ്രേ ചെയ്താൽ അവിടെ തന്നെ ഫ്രീസായി പോകും. അങ്ങനെ ഒരു കുന്ത്രാണ്ടം ആണ് കണ്ടുപിടിച്ചത്. ഇനി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പ്ലാൻ ചെയ്ത് അവിടെയുള്ള ഒരു എലിക്ക് നേരെ സ്പ്രേ ചെയ്തതും സ്പോട്ടിൽ എലി ഫ്രീസായി നിൽക്കുകയാണ്. അത് കണ്ട് സന്തോഷിച്ച് ആ എലിയെ എടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തപ്പോൾ എലി പൊടിഞ്ഞു പോവുകയാണ്. ആ എലിയെ മറ്റു എലികളുടെ അടുത്ത് ഇട്ട് എലികളെ പേടിപ്പിച്ച് ചിരിക്കുകയാണ്. അത് കണ്ട എലികൾ പരസ്പരം എൻ്റെ കാലാപുരി മുത്തപ്പ ഇങ്ങനെ ഒരു സൈക്കോൻ്റെ മുന്നിലാണല്ലോ ഞങ്ങൾ പെട്ടത് എന്ന് പറഞ്ഞ് സ്തംഭിച്ച് നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞ് ഒരു ബാർ കാണാം. അവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷമിട്ട് ഒരുത്തനും പിന്നെ 2 വർക്കർമാരും ഉണ്ട്. 2 പെൺകുട്ടികൾ അപ്പൂപ്പനെ സുഖിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു വർക്കർ വഴക്ക് പറയുകയും പെൺകുട്ടികൾ അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം അവിടേക്ക് ദേ വരുന്നു സൈക്കോ. ആ പെൺകുട്ടികളെ തള്ളി മാറ്റിയിട്ടാണ് വരുന്നത്. അത് കണ്ട് ഏതോ പിരാന്തൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വാ വാ എന്ന് സൈക്കോയെ മാടി വിളിക്കുകയാണ്. സൈക്കോ ആണെങ്കിൽ ഓടിച്ചെല്ലുകയും അവൻ്റെ കയ്യിലെ സഞ്ചി കണ്ട് അതിലെന്താ എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ ഒന്നും പറയാതെ അതിൽ
അതിൽ കൈയിട്ട് നിൽക്കുമ്പോൾ ഇനി വല്ല കത്തിയോ മറ്റോ ആണോ എന്ന് എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പീപ്പി എടുത്ത് ഊതി ഭയപ്പെടുത്തുകയാണ്. അത് കണ്ട് അപ്പൂപ്പൻ ചിരിച്ചെങ്കിലും ബാട്ടിന് ദേഷ്യം വരികയാണ്. അന്നേരം ഇവനെ ഒന്നും പറയല്ലേ, കണ്ടാൽ അറിയില്ലേ ഏതോ മനോനില തെറ്റിയ പയ്യനാണെന്ന്, ഇവനും കുറച്ച് മദ്യം കൊടുക്ക് എന്ന് അപ്പൂപ്പൻ പറയുകയും അങ്ങനെ മദ്യം കൊടുത്തപ്പോൾ വായിലാക്കി അപ്പൂപ്പന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പൽ. അപ്പൂപ്പന് ദേഷ്യം വന്നെങ്കിലും ക്ഷമിച്ചു നിൽക്കുകയാണ്. സൈക്കോ ആളൊരു സൈക്കോ ആണെങ്കിലും ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അന്നേരം അപ്പൂപ്പന്റെ മടിയിൽ ഇരുന്ന സൈക്കോ മെല്ലെ അപ്പൂപ്പനെ നോക്കി ചിരിക്കുകയാണ്. ആ ചിരിയുടെ അർത്ഥം ആരെയെങ്കിലും കൊല്ലാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ചിരിക്കാറുള്ളത്. എന്നാലിപ്പോൾ സൈക്കോ അപ്പൂപ്പന്റെ കിടുങ്ങാമണിക്ക് ഒരൊറ്റ പിടി. എടാ കാട്ടുകൊണ്ട, ഇതിനായിരുന്നു നീ ഇളിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പറഞ്ഞു വിടാൻ, ഇവനെ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് സൈക്കോയെ തല്ലാൻ പോകുമ്പോൾ സൈക്കോ തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടിക്കൽ. ബാട്ടിന്റെ കഥ കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരുത്തനെയും തീർത്തു. എന്നിട്ട് അപ്പൂപ്പന്റെ അടുത്തേക്ക് പോകുമ്പോൾ എടാ പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ഭയന്ന് പറയുമ്പോൾ സൈക്കോ അവനെ ചെയറിൽ ഇരുത്തി കെട്ടിവെച്ച് അപ്പൂപ്പന്റെ വേഷം ഊരിമാറ്റി സൈക്കോ ധരിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ കണ്ടുപിടിച്ച നൈട്രജൻ സ്പ്രേ എടുത്ത് അപ്പൂപ്പന്റെ കാലിലേക്ക് സ്പ്രേ ചെയ്ത് നിൽക്കുമ്പോൾ ആ ഭാഗം ഫ്രീസായി മാറുകയാണ്. എന്താണ് എൻ്റെ കാലിനു അടിച്ചത് എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ചുറ്റിക എടുത്ത് കാലിൽ ഇടിച്ച് പൊടിയാക്കുകയാണ്. അലറി ഒച്ച വെക്കുമ്പോൾ സ്പ്രേ എടുത്ത് മുഖത്തേക്ക് അടിക്കുകയും ഫ്രീസായി നിൽക്കുന്ന മുഖത്തേക്ക് ചുറ്റിക ഓങ്ങി ഒരൊറ്റ അടി. പകുതി മോന്ത തെറിച്ചു പോവുകയും ചെയ്തു. കൊടൂരം അല്ല, അതുക്കും മേലെ. ഇതേ നേരം സിയാനയുടെ അങ്കിളിനെയും ആൻറ്റിയെയും കാണാം. മനുഷ്യ, നാളെ സിയാന ഷോപ്പിലേക്ക് പോവും, നമ്മുടെ മകളെയും കൂടെ വിടാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മകളെ വിടുന്നത് ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സിയാന ഇപ്പോൾ നോർമൽ ആയിട്ടില്ല, അവൾക്ക് വട്ട് കൂടി വന്നാൽ എന്ത് ചെയ്യും? മകളെ അവൾ എന്തേലും ചെയ്താലോ എന്നൊക്കെ അങ്കിൾ പറഞ്ഞെങ്കിലും അതൊന്നും സംഭവിക്കില്ല, അവൾ കൂടെ പോവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിയാനയുടെ കൂടെ ഗബ്ബി പോവുകയും ചെയ്തു. രണ്ടുപേരും ഇപ്പോൾ ഒരു മാളിലാണുള്ളത്. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ക്രിസ്മസ് സ്പെഷ്യൽ ഈവന്റ് നടക്കുന്നുണ്ട്. സാന്റയുടെ അടുത്ത് ഓരോരുത്തരും പോയി ഇരുന്ന് ഫോട്ടോ എടുത്ത് കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിടുകയാണ്. ഇങ്ങനെ ഒരു ഈവന്റ് ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സിയാന ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തിട്ട് ഇത് ജൊനാഥന് ചേരും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് രസമില്ല എന്ന് ഗബ്ബി പറയുകയാണ്. അങ്ങനെ അവർ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ സ്പീക്കറിൽ പാട്ടൊക്കെ മാളിൽ ഉണ്ടാവുമല്ലോ. അതേപോലെ ഇപ്പോൾ അവിടെ ക്ലൗൺ കഫേ എന്നൊരു പാട്ട് കേൾക്കാൻ തുടങ്ങി. ഈ പാട്ട് സിയാനയ്ക്ക് നല്ല പരിചയമുണ്ട്. സെക്കൻഡ് പാർട്ടിൽ സിയാന സൈക്കോയെ സ്വപ്നം കാണുമ്പോൾ ഒക്കെ ഈ പാട്ട് ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. അതിനാലിപ്പോൾ സിയാന ഒരുമാതിരി ഭയപ്പെടാൻ തുടങ്ങി. അന്നേരം സാന്റ പോകുന്നത് കാണുമ്പോൾ സിയാനയ്ക്ക് കൂടുതൽ ഭയം തോന്നുകയാണ്. അത് സൈക്കോ ക്ലൗൺ തന്നെയായിരിക്കും എന്ന് മനസ്സിലാവുകയാണ്. ഇവരെ നോക്കി ഹായ് എന്ന് കാട്ടിയപ്പോൾ ശരിക്കും അത് സൈക്കോ എന്ന് മനസ്സിലാക്കി ഗബ്ബിയെ കൂട്ടി ആ മാൾ വിട്ടു പോവുകയാണ്. യഥാർത്ഥത്തിൽ അത് സൈക്കോ ക്ലൗൺ തന്നെയാണ്. ഇതേ നേരം ജൊനാഥൻ ആണെങ്കിൽ അതേ മാളിൽ തന്നെയാണ് ഉള്ളത്. അതും മിയയുടെ പോഡ്കാസ്റ്റ് ചാനലിലെ സൈക്കോയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ സിയാന ജൊനാഥനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. സിയാന നേരത്തെ സൈക്കോയെ കണ്ട കാര്യം പറയണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ഒടുവിൽ അക്കാര്യം മറച്ചു വെച്ച് നോർമലായി സംസാരിക്കാൻ തുടങ്ങി. അന്നേരം കൃത്യം അവിടേക്ക് കോളിയും അവൻ്റെ ഗേൾഫ്രണ്ട് മിയയും എത്തുകയാണ്. എന്നിട്ട് സിയാനയെ കണ്ട മിയ, ഇവളാണോ സിയാന? ഹായ് സിയാന, നിനക്ക് എൻ്റെ പോഡ്കാസ്റ്റ് ചാനൽ ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ പറ്റുമോ? സൈക്കോ ക്ലൗൺ ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സിയാന ആണെങ്കിൽ കലിപ്പിൽ എടുത്തോണ്ട് പോടി നിന്റെ ഒരു പോഡ്കാസ്റ്റ്, നിനക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാരോട് വിളിച്ചു പറയോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ജൊനാഥൻ ആണെങ്കിൽ പുറകെ പോയി എന്തിനാ ചേച്ചി അവളെ വഴക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സൈക്കോ ക്ലൗണിനെ നേരത്തെ ഈ മാളിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞതും ജൊനാഥൻ ഭയപ്പെടാൻ തുടങ്ങി. ചേച്ചി, നമുക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് വേണ്ട. നീ അല്ലേ പറഞ്ഞത് അതിനെ കൊല്ലണം എന്ന്, എന്നിട്ടിപ്പോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ അതിനെ കൊല്ലാനുള്ള പ്ലാനൊക്കെ എഴുതി എനിക്ക് അയച്ചിരുന്നില്ലേ? അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി, അതൊക്കെ പണ്ടല്ലേ, അന്നത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതാ, ഇപ്പോൾ അതിനെ തൊടാൻ പോലും നമുക്ക് പറ്റില്ല. സൈക്കോ ഉള്ള സ്ഥലത്ത് നിന്ന് മാറി മാറി പോകുന്നതാ നമുക്ക് നല്ലത്. നമ്മുടെ അമ്മയെ കൊല്ലുന്നത് നീ കണ്ടതല്ലേ, അതിന് കൊല അല്ലാതെ മറ്റൊന്നും അറിയില്ല, കയ്യിൽ കെട്ടിയാൽ നമ്മളെയും കൊല്ലും എന്നൊക്കെ ചെക്കൻ പറയുകയാണ്. സിയാനക്ക് ദേഷ്യം വന്ന് ജൊനാഥൻ മുൻപ് അയച്ച ലെറ്റർ എടുത്ത് അവൻ്റെ മുന്നിൽ വായിക്കാൻ തുടങ്ങി. അതിൽ ഇവൻ എന്താ എഴുതിയത് എന്ന് വെച്ചാൽ, സാത്താൻ ഈ ലോകത്ത് കാലെടുത്ത് വെക്കാൻ റെഡിയാവുമ്പോൾ സാത്താന് ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ കാലുകുത്താൻ കഴിയില്ല.
സാത്താൻ്റെ ശക്തിയുള്ള ഒരാളെങ്കിലും ഒരു ഡീമൻ എങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സഹായത്തോടെ സാത്താന് ഭൂമിയിലേക്ക് വരാൻ കഴിയൂ. അതേപോലെ ഡീമൻ എല്ലാവരെയും കൊല്ലുമെങ്കിലും ഒരാളെ മാത്രം ജീവനോടെ കൂടെ നിർത്തും. ആ ഒരാൾ പകുതി മനുഷ്യനും പകുതി മോൺസ്റ്റർ സോംബിയും ആയിരിക്കും. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡീമന് ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയൂ. അതായത് ഡീമൻ ഒരു ഘട്ടത്തിൽ മരിച്ചാൽ പോലും ആ മനുഷ്യ മോൺസ്റ്റർ ഉള്ള കാലം വരെ അതിന് വീണ്ടും പുനർജനിക്കാൻ കഴിയും എന്നൊക്കെ ജൊനാഥൻ റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സിയാന വായിച്ചു കേൾപ്പിച്ചപ്പോൾ സിയാനക്ക് തന്നെ ഒരു കാര്യം സ്ട്രൈക്ക് ആവുകയാണ്. എന്തെന്നാൽ സൈക്കോ ക്ലൗൺ മരിച്ചാലും തിരിച്ചു വരാൻ കാരണം വിക്ടോറിയ ആണ്. സൈക്കോയിൽ നിന്നും ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ട പെണ്ണാണ് വിക്ടോറിയ. സൈക്കോയുടെ ആക്രമണം ഏറ്റതിനാൽ അവൻ്റെ ശരീരത്തിലെ സോംബി വൈറസ് വിക്ടോറിയയ്ക്ക് ഏറ്റിട്ടുണ്ട്. അതിനാൽ മോൺസ്റ്റർ പോലെയായി സൈക്കോയെ സഹായിച്ചാണ് ജീവിക്കുന്നത്. സൈക്കോയെ എന്നേക്കുമായി നശിപ്പിക്കണമെങ്കിൽ വിക്ടോറിയയെ കൂടി കൊല്ലണം. ഇത് മാത്രമാണ് ഒരു വഴിയുള്ളത് എന്ന് ജൊനാഥനോട് പറയുകയാണ്. അതേപോലെ സിയാനയുടെ അച്ഛൻ്റെ വാൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് മാത്രമേ സൈക്കോയെ കൊല്ലാൻ പറ്റൂ. അത് കഴിഞ്ഞ പാർട്ടിൽ മനസ്സിലായതാണല്ലോ. അതേ വാൾ ഉപയോഗിച്ച് വേണം വിക്ടോറിയയും കൊല്ലേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ജൊനാഥൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ഇപ്പോൾ മാളിലെ ക്രിസ്മസ് ഈവന്റ് നടക്കുന്ന സ്ഥലം കാണാം. സാന്റയ്ക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുത്ത് മടുത്തതിനാൽ ഇനിയൊരു കട്ടൻ ചായയും പരിപ്പുവടയും കഴിക്കാം എന്ന് പറഞ്ഞ് തൽക്കാലം അവിടുന്ന് പോയപ്പോൾ ആ ഗ്യാപ്പിൽ ദേ വരുന്നു സൈക്കോ ക്ലൗണ്. ഇതിപ്പോൾ ലാഭം ആയല്ലോ എന്ന ഭാവത്തിൽ സാന്റ ഇരുന്ന ആ സ്ഥലത്ത് ഇരുന്ന് നേരത്തെ സാന്റ ചെയ്ത പോലെ കൂളായി കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തും ഫോട്ടോ എടുത്തും ഇരിക്കുകയാണ്. എപ്പോഴാ അതിൻ്റെ മൈൻഡ് മാറുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ഒരു സെക്യൂരിറ്റി ശ്രദ്ധിച്ചിട്ട് ഇതേതാ ഈ അലവലാതി, കാണുമ്പോൾ എന്തോ ദുരൂഹത മണക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സൈക്കോയെ ഓടിക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ പോവില്ല എന്ന് കുട്ടികളെ പോലെ വാശി പിടിച്ചെങ്കിലും എഴുന്നേറ്റ് പോവുകയാണ്. പാവം കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായി, വെറുതെ പറഞ്ഞു വിട്ടു എന്ന് ചിന്തിച്ചാൽ കുട്ടികൾക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു പയ്യൻ ആ ഗിഫ്റ്റ് തുറന്നതേ ഓർമ്മയുള്ളൂ. അതിൽ ബോംബ് ആയിരുന്നു. ബ്ലാസ്റ്റായി അവിടെയുള്ള കുട്ടികളൊക്കെ മരിച്ചു പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട് സൈക്കോ ക്ലൗൺ കൊടൂരമായി ആസ്വദിച്ച് ചിരിക്കുകയാണ്. ഇപ്പോൾ സിയാന വീട്ടിൽ എത്തി പതുക്കെ വീട്ടിൽ കയറി ഒരു ചെറിയ ബോക്സ് ഒളിപ്പിച്ചു വെക്കുകയാണ്. അതിൽ എന്താണെന്ന് അറിയില്ല. എന്നാൽ അത് ഗബ്ബി കാണുകയും അത് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് നീ അറിയേണ്ട, ചിലപ്പോൾ സമയം ആവുമ്പോൾ നീ അറിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ സിയാനയുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചളി അഴുക്ക് കണ്ട് ഇതെങ്ങനെ പറ്റിയതാ എന്നവൾ ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഒന്ന് തെന്നി വീണതാണ് എന്ന് എന്തോ മറച്ചു വെക്കുന്ന പോലെ പറഞ്ഞ് വാഷ്റൂമിൽ പോയി കൈ കഴുകി വൃത്തിയാക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആൻറ്റി മുട്ട ബുർജി ഉണ്ടാക്കുമ്പോൾ സിയാന വാ തുറക്കുന്നതിന് മുൻപേ ഗബ്ബി പറയുന്നു സിയാന ചേച്ചിക്ക് മുട്ട ബുർജി ഇഷ്ടമല്ല എന്ന്. അത് കേട്ടതോടെ സിയാനക്ക് കാര്യം മനസ്സിലായി. തൻ്റെ ഡയറി എങ്ങനെയോ ഗബ്ബി വായിച്ചിട്ടുണ്ടെന്ന്. അതിനാൽ റൂമിൽ പോയിട്ട് സത്യം പറ, നീ എൻ്റെ ഡയറി വായിച്ചു അല്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണത്തിൻ്റെ കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനത് വായിച്ചു, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ചേച്ചി ആ സൈക്കോയുമായി ഫൈറ്റ് ചെയ്ത് ജയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സിയാന എല്ലാം പറയാൻ തുടങ്ങി. അതെ, ഞാൻ ആ സൈക്കോയെ കീഴ്പ്പെടുത്തിയതാണ്. എൻ്റെ കയ്യിൽ അച്ഛൻ തന്ന ആ മാജിക് വാൾ ഉണ്ടായത് കൊണ്ടാണ് അതിന് സാധിച്ചത്. ഇപ്പോൾ സൈക്കോ ക്ലൗണിനെ കാണാം. സാന്റയുടെ വേഷത്തിൽ വണ്ടി ഓടിച്ച് നേരെ ഒരു ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ക്രിസ്മസ് പാർട്ടി നടക്കുന്നുണ്ട്. സൈക്കോ കൂളായി അകത്ത് കയറി പോവുകയാണ്. ഈ ഹോസ്റ്റലിലാണ് ജൊനാഥനും ഫ്രണ്ടുകാരൻ കോളി ഒക്കെ ഉള്ളത്. സൈക്കോ നേരെ നടന്നു പോകുമ്പോൾ ഒരു റൂമിൽ മിയയും ബോയ് ഫ്രണ്ട് കോളിയും ഉണ്ട്. അവർ സൈക്കോ ക്ലൗണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സംസാരം സൈക്കോ കേട്ടോണ്ട് സൈലന്റായി നിൽക്കുകയാണ്. സംസാരിച്ചു കിസ് ചെയ്യാൻ തുടങ്ങി. അത് സൈക്കോ നോക്കി ആസ്വദിക്കുകയാണ്. അവരുടെ കിസ്സിങ് അതോടെ അവസാനിച്ചില്ല. രണ്ടുപേർക്കും നല്ല മൂഡ്. ഏത് മൂഡ്? ഡിങ്കോൾഫി മൂഡ്. അതിനാൽ നേരെ ഒരു ബാത്റൂമിൽ പോയി ഡിങ്കോൾഫിയിൽ ഏർപ്പെടാൻ തുടങ്ങി. പുറകെ സൈക്കോയും പോയി മൂത്രം ഒഴിച്ച് ഒന്ന് റിലാക്സ് ആയി സഞ്ചിയിൽ നിന്നും ചെയിൻസോ എടുത്ത് നിങ്ങളുടെ ഒരു ഡിങ്കോൾഫി ഇപ്പോൾ ശരിയാക്കി തരാം എന്ന ഭാവത്തിൽ പോയി ബാത്റൂം തകർത്ത് ബോയ് ഫ്രണ്ടിന്റെ കൈ തന്നെ മുറിച്ചു മാറ്റുകയാണ്. അവൻ വേദന കൊണ്ട് അലറുമ്പോൾ മിയ ഭയന്ന് അലറുകയാണ്. രണ്ടാമത്തെ കൈപ്പത്തി വെട്ടിയെടുത്ത ശേഷം ഒരു കാല് ചെയിൻസോ കൊണ്ട് കരകരാന്ന് മുറിച്ചെടുത്ത് ഇടുകയാണ്. അതൊക്കെ കണ്ട് മിയ ഭയന്ന് മുള്ളി അലറി കരയുമ്പോൾ ഓളെ വയറ്റിലേക്ക് ഒരൊറ്റ വെട്ട്. എന്നിട്ട് പിന്നെ എങ്ങനെ പറയണം എന്നറിയില്ല. അവളുടെ ഓരോ ഭാഗത്തും ചെയിൻസോ വെച്ച് അറുത്തെടുക്കുകയാണ്. ഇനി മുറിക്കാൻ ഒരു അവയവം അവളുടെ ശരീരത്തിൽ ഇല്ല. മരിക്കാൻ 10 സെക്കൻഡ് ബാക്കി നിൽക്കെ നീയല്ലേ എന്നെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചത്? നോക്ക്, നല്ലോണം നോക്ക്, ഇതാണ് ഞാൻ എന്ന ഭാവത്തിൽ ചിരിച്ച് കണ്ണാടി
അവൾക്ക് വെച്ചുകൊടുത്ത് ആസ്വദിച്ച് ചിരിക്കുകയാണ്. കോളി ആണെങ്കിൽ ഞരങ്ങി ഞരങ്ങി പോയിക്കൊണ്ടിരിക്കെ ഓൻ്റെ തൂങ്ങിക്കിടക്കുന്ന കാലിൽ പിടിച്ച് വലിച്ച് വെട്ടിയെടുത്ത് ചെയിൻസോ എടുത്ത് ഓൻ്റെ ചന്തിക്ക് വെച്ച് രണ്ടായി മുറിച്ച് തിരിച്ചു കിടത്തി കിടുങ്ങാമണി വരെ കീറി മുറിച്ചെടുക്കുകയാണ്. കൊടൂരം അല്ല, അതുക്കും മേലെ അവനെ രണ്ടായി മുറിച്ചു മാറ്റി കൊടൂരമായി കൊലപ്പെടുത്തിയ ശേഷം കണ്ണിൽ ചോരയില്ലാത്ത മൈരൻ സൈക്കോ അവിടെ രക്തപ്പുഴ തന്നെ ഉണ്ടാക്കി കൊടൂരമായി ചിരിച്ചിട്ട് ആ രക്തപ്പുഴയിൽ കിടന്ന് നീന്തി നീന്തി എന്തോ നേടിയ പോലെ സന്തോഷിച്ച് മറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ സിയാനയും എല്ലാവരും TV ന്യൂസ് കാണുമ്പോൾ മാളിൽ ബോംബ് ബ്ലാസ്റ്റായ ന്യൂസാണ് കാണുന്നത്. അതോടെ സിയാനക്ക് മനസ്സിലായി അത് സൈക്കോയുടെ പണിയാണെന്ന്. അതിനാൽ ഭയന്ന് ഒച്ച വെക്കുമ്പോൾ ആൻറ്റിയും അങ്കിളും വന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇത് അവൻ തന്നെ, ആ സൈക്കോ തന്നെ, അവൻ വീണ്ടും വന്നു, ജൊനാഥനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ പേടിക്കേണ്ട, ജൊനാഥനെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് അങ്കിൾ ജൊനാഥനെ കോൾ ചെയ്ത് സിയാനയ്ക്ക് കൊടുക്കുകയും എടാ നീ ഇനി അവിടെ നിൽക്കല്ലേ, ആ സൈക്കോ ആ ഭാഗത്തുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അത് കേട്ട് അവനും ഞാൻ വരാം എന്ന് ഭയന്ന് പറയുകയാണ്. ശേഷം അങ്കിൾ ജൊനാഥനെ കൂട്ടാൻ പോവുകയാണ്. എന്തെന്നാൽ പോയില്ലെങ്കിൽ സിയാനക്ക് വീണ്ടും മെൻ്റൽ ആവാതിരിക്കാൻ അങ്ങനെ അങ്കിൾ പോയിക്കൊണ്ടിരിക്കെ ജൊനാഥന് കോൾ ചെയ്ത് നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഹോസ്റ്റലിൻ്റെ അടുത്ത് പുറത്തെത്തുമ്പോൾ വന്നാൽ മതി എന്ന് പറയുകയാണ്. ഇതേ നേരം സിയാന ഉറങ്ങുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഉണർന്ന് മെല്ലെ മെല്ലെ താഴെ പോയി നോക്കുമ്പോൾ ദേ സൈക്കോ ക്ലൗൺ നിൽക്കുന്നു. സിയാനയെ നോക്കി ചിരിക്കുകയാണ്. അതേപോലെ അവിടെ വിക്ടോറിയയും ഉണ്ട്, അവളും ചിരിക്കുകയാണ്. നോക്കിയാൽ അവിടെ ഒരു കൊടൂര കാഴ്ച. ചുമരിൽ സിയാനയുടെ അങ്കിളിനെ പിടിച്ച് കൊടൂരമായി കൊലപ്പെടുത്തി ഭിത്തിയിൽ ആണിയടിച്ച് നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അങ്കിളിന്റെ കുടൽ വലിച്ചെടുക്കുകയാണ്. അത് കണ്ട് സിയാന അലറി അവിടുന്ന് ഓടുകയാണ്. പുറകെ പോയി കാലിൽ പിടിച്ച് ചുറ്റിക കൊണ്ട് അടിക്കാൻ നോക്കുമ്പോൾ സിയാന ഒരൊറ്റ ചവിട്ട്. സൈക്കോ തെറിച്ച് വീണെങ്കിലും ഒരു ഘട്ടത്തിൽ സൈക്കോ സിയാനയെ പിടിച്ച് ഒരൊറ്റ അടി. ഓളെ ബോധവും പോയി. പിന്നീട് ഉണരുമ്പോൾ അവൾ ചെയറിൽ ബന്ധിച്ച നിലയിലാണുള്ളത്. നേരെ എതിർവശത്ത് ആൻറ്റിയെയും കെട്ടിയിരുത്തിയിട്ടുണ്ട്. വിക്ടോറിയ സിയാനയോട് നീ ഒരിക്കൽ നമ്മുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോകുന്നതിന് പകരം പ്രതികാരം ചെയ്യാൻ ഇറങ്ങി അല്ലേ, അതാണ് നീ ചെയ്ത തെറ്റ്. ഇനി നിനക്ക് പ്രിയപ്പെട്ടവരെ ഓരോന്നായി നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും, അത് നീ കാണണം എന്ന് പറഞ്ഞ് ആൻറ്റിയോട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്, നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യ് അതിനകത്ത് എന്തായിരിക്കും എന്ന്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണത്, പറ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ സിയാനയും ആൻറ്റിയും ഭയത്തോടെ ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല അല്ലേ, എങ്കിൽ ഞാൻ പറയാം, ഇതിനകത്ത് നിന്റെ മകൾ ഗബ്ബിയാണ് എന്ന് പറഞ്ഞതും ആൻറ്റിയും സിയാനയും അലറി കരയുകയാണ്. സിയാന തെറിയൊക്കെ പറയാൻ തുടങ്ങി. രണ്ടുപേരുടെയും വേദനയോടെയുള്ള കരച്ചിൽ കണ്ട് സൈക്കോകൾ ആസ്വദിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആ ഗിഫ്റ്റ് കവർ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു തല, ആകെ കീറി മുറിഞ്ഞ തല, അതിൻ്റെ മാംസം ഒക്കെ എലി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഗബ്ബിയാണ് എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അത് എൻ്റെ മകളല്ല എന്ന് ആൻറ്റി പറയുമ്പോൾ അതെ നിന്റെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് വിക്ടോറിയ ഭയപ്പെടുത്തി ചിരിക്കുകയാണ്. സൈക്കോ സിയാനയെ ക്രൂരമായി അടിക്കുന്നൊക്കെയുണ്ട്. ഇപ്പോൾ വിക്ടോറിയ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഓരോരുത്തരെയും ഞാൻ തീർക്കും എന്ന്, ഇനി നിന്റെ ആൻറ്റിയെ കൊല്ലാം എന്ന് പറഞ്ഞ് ആൻറ്റിയുടെ കഴുത്തിൽ പിടിച്ച് സൈക്കോയെ അടുത്ത് വരാൻ പറയുകയും ശേഷം സൈക്കോ ഒരു ഗ്ലാസ് ട്യൂബ് എടുത്ത് ആൻറ്റിയുടെ വായിൽ വെക്കുമ്പോൾ സിയാന ആണെങ്കിൽ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ചുറ്റിക എടുത്ത് ആൻറ്റിയുടെ വായിൽ വെച്ച ട്യൂബിലേക്ക് ഇടിച്ച് ട്യൂബ് തൊണ്ടയിലേക്ക് ഇറക്കുകയാണ്. വായ കീറി മുറിഞ്ഞ് രക്തം പളപളാന്ന് ഒഴുകുന്നുണ്ട്. എന്നിട്ട് അതുവഴി പാല് ഒഴിച്ച് ഒരു എലിയെ പിടിച്ച് ആ ട്യൂബിലേക്ക് ഇറക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല 3 എലിയെ അകത്തേക്ക് ഇടുകയും ആൻറ്റി വേദനയിൽ പുളയുമ്പോൾ സിയാന ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ തെറിയോട് തെറി തന്നെ. അതൊക്കെ കാണുമ്പോൾ സൈക്കോകൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് ആൻറ്റിയുടെ കഴുത്ത് മുറിച്ചതും എലികൾ അതുവഴി പുറത്തേക്ക് ചാടി പോവുകയും ആൻറ്റി ആണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. ശേഷം വിക്ടോറിയ മുള്ളുകൊണ്ട് നിർമ്മിച്ച കിരീടം എടുത്ത് സിയാനയുടെ തലയിൽ തറപ്പിച്ചു വെക്കുകയാണ്. എന്നിട്ട് നീ ഇത്രയും വേദന അനുഭവിച്ചതല്ലേ, അതുകൊണ്ട് നിനക്കൊരു സന്തോഷ വാർത്ത, ഒരു സർപ്രൈസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗബ്ബിയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഗബ്ബിയെ കൊന്നു എന്ന് പറഞ്ഞ് കാണിച്ചത് വേറെ ആരുടെയോ തല ആയിരുന്നു. അതാരുടെ തല ആയിരിക്കും, ആരെയാ കൊന്നത് എന്ന് കൗതുകത്തോടെ ഭയന്ന്
നോക്കുമ്പോൾ സൈക്കോ അവിടേക്ക് പോയി ഒരു കണ്ണട അതിന് വെച്ച് കൊടുക്കുമ്പോഴാണ് ആ കൊടൂരം മനസ്സിലാവുന്നത്. അത് ജൊനാഥന്റെ കണ്ണടയാണ്. ആ തല ജൊനാഥന്റെയാണ്. അവനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ട് സിയാന വെറി പിടിച്ച് കൊലവെറിയിൽ പച്ചത്തെറിയൊക്കെ പറഞ്ഞ് എല്ലാരെയും ഞാൻ കൊല്ലും, നിങ്ങളെ ഞാൻ ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിക്ടോറിയ അവളുടെ കഴുത്തിൽ പിടിച്ച് ഞങ്ങളെ കൊല്ലാനോ, അതിന് ഞങ്ങളുടെ പവർ എന്താണെന്ന് നിനക്ക് അറിയോ എന്ന് പറഞ്ഞ് അവരുടെ അദൃശ്യ ശക്തി എന്താണെന്ന് സിയാനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വിക്ടോറിയയുടെ കണ്ണ് ജ്വലിക്കുമ്പോൾ സിയാനയുടെ കണ്ണും ജ്വലിക്കാൻ തുടങ്ങി. അതേപോലെ സൈക്കോ ക്ലൗണിൻ്റെയും സാത്താൻ്റെ ശക്തിയാണ് കാണിച്ചത്. അതിനുശേഷം കണ്ടില്ലേ, ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഞങ്ങൾക്ക് മരണമില്ല എന്ന്. പക്ഷേ നിങ്ങൾക്ക് മരണമുണ്ട്. നീ നിന്റെ എല്ലാവരുടെയും മരണം കാണും. അതിനുശേഷമായിരിക്കും നിന്നെ ഞങ്ങൾ കാലാപുരിക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗബ്ബിയെ പിടിച്ച് കഴുത്തിൽ കത്തി പിടിച്ച് അറുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഗബ്ബി ഒരു കാര്യം പറയുന്നു. എന്നെ കൊല്ലുന്നതിന് മുൻപ് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചേച്ചി ഒളിപ്പിച്ചു വെച്ച ഗിഫ്റ്റ് ബോക്സിൽ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതും ഗിഫ്റ്റ് ബോക്സോ, അതിനെന്താ, അൺബോക്സ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞ് അന്നൊരിക്കൽ സിയാന ഒളിപ്പിച്ചു വെച്ച ആ ഗിഫ്റ്റ് ബോക്സ് എടുത്തോണ്ട് പോയി ഇത് നീ തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്ക്, വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സിയാനയുടെ കയ്യിൽ ചുറ്റിക കൊണ്ട് അടിച്ച് കയ്യിലെ കെട്ടൊക്കെ മാറ്റി അങ്ങനെ ചതഞ്ഞ കൈയോടെ സിയാന പതുക്കെ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. കവർ ഒക്കെ മാറ്റി ബോക്സിൽ കൈയിട്ട് ഗബ്ബിയെ നോക്കി ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ ഗബ്ബിയും ചിരിക്കുകയാണ്. അതിലെന്താ എന്ന് വിക്ടോറിയ കൗതുകത്തോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് പുറത്തെടുത്ത് സൈക്കോയുടെ കഴുത്തിലേക്ക് ഒരൊറ്റ വെട്ട്. അത് ആ മാജിക് വാൾ ആയിരുന്നു. ഇത് ഉപയോഗിച്ച് മാത്രമേ സാത്താന്റെ ശക്തിയുള്ള സൈക്കോകളെ തീർക്കാൻ പറ്റുകയുള്ളൂ. വാളെടുത്ത് വിക്ടോറിയയുടെ നെഞ്ചിലേക്ക് ഒരൊറ്റ ഏറ്, തറച്ച കത്തി വലിച്ചൂരി വിക്ടോറിയയുടെ വായിലേക്ക് ഒരൊറ്റ കുത്ത്, വീണ്ടും വലിച്ചൂരി തലക്ക് ഒരു വെട്ട്, തല തെറിച്ച് വീണ്. അങ്ങനെ വിക്ടോറിയയുടെ കഥയും കഴിഞ്ഞു. ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ കഴുത്തിൽ മുറിവ് പറ്റിയ സൈക്കോ ക്ലൗഡ് മരിച്ചിട്ടില്ല. ചെയിൻസോ എടുത്തു വന്ന് സിയാനയെ ആക്രമിക്കാൻ നോക്കുമ്പോൾ വാൾ കൊണ്ട് തടഞ്ഞു നിൽക്കുകയാണ്. രണ്ടു പേർക്കും ഇടയിൽ കൊടൂര പോരാട്ടം. കുറെ നേരം നീണ്ടുനിന്ന ആ പോരാട്ടത്തിന് ശേഷം സിയാന വാളെടുത്ത് സൈക്കോന്റെ വയറ്റിലേക്ക് കുത്തി തള്ളിപ്പോയി ചുമരിൽ തറപ്പിച്ച് നിൽക്കുകയാണ്. സൈക്കോ അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഒരു പവർ കിട്ടിയ പോലെ സാത്താന്റെ ശക്തി അവനിൽ വന്നു ചേരുകയും അവന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുകയും വ്യത്യസ്തമായി അലറാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് ഗബ്ബി നിന്നിട്ടുള്ള ഭാഗം ഇടിഞ്ഞ് ഒരു കുഴിയായി. അതിലേക്ക് ഗബ്ബി ഒരൊറ്റ വീഴ്ച. എന്താ നടക്കുന്നത് എന്നറിയാതെ സിയാന ആ വാള് കുത്തി അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ കുഴിയിൽ വീണ ഗബ്ബിയുടെ ഒച്ച കേൾക്കാൻ തുടങ്ങി. അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി വാൾ വലിച്ചൂരി നേരെ പോയി നോക്കുമ്പോൾ ഗബ്ബി പിടിച്ചു നിൽക്കുകയാണ്. അവളെ രക്ഷിക്കാൻ വാൾ തിരിച്ചു പിടിച്ചു കൊടുക്കുകയും ഗബ്ബി വാളിൽ പിടിച്ച് കയറാൻ ശ്രമിച്ചെങ്കിലും മൂർച്ചയുള്ള വാൾ അല്ലേ, സിയാനയുടെ കൈ മുറിഞ്ഞ് വാൾ അടക്കം ഗബ്ബി കുഴിയിലേക്ക് വീഴുകയും ചെയ്തു. അതേപോലെ ആ കുഴി തനിയെ മൂടി ആ സ്ഥലം പഴയതുപോലെയായി മാറുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളത് സിയാന മാത്രം. ആകെ വിഷമത്തോടെ ഇരുന്ന് കലിപ്പിൽ സൈക്കോയെ നോക്കുമ്പോൾ സൈക്കോയെ കാണാനില്ല. ജനാല ഉടച്ച് രക്ഷപ്പെട്ടു പോയിരുന്നു. വിക്ടോറിയയുടെ ബോഡിയും കാണാനില്ല. അങ്ങനെ കൂടെയുള്ളവരെ രക്ഷിക്കാനും പറ്റിയില്ല, സൈക്കോയെ കൊല്ലാനും പറ്റിയില്ല. തലയിലെ മുൾക്കിരീടം ഊരിമാറ്റി നിൽക്കുമ്പോൾ മാജിക് വാൾ കൊണ്ട് മുറിഞ്ഞ മുറിവ് തനിയെ ഇല്ലാതാവുകയാണ്. നഷ്ടപ്പെട്ട വാള് കിട്ടാതെ സൈക്കോയെ കൊല്ലാനും പറ്റില്ല. സിയാന മനസ്സിൽ പറയുന്നു, ഗബ്ബി നിനക്ക് ഒന്നും സംഭവിക്കില്ല, നിന്നെ ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സിയാന ആകെ മോഞ്ചി ഇരിക്കുമ്പോൾ ഇപ്പോൾ രക്ഷപ്പെട്ടു പോയ സൈക്കോയെ കാണാം. ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടുണ്ട്. വിക്ടോറിയയെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് മൂപ്പര്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബസ് വരികയും അതിൽ കയറി പോവാൻ തുടങ്ങി. ആ ബസ്സിൽ ഒരു ഡ്രൈവറും പിന്നെ പുസ്തകം വായിച്ചുകൊണ്ട് ഒരു ലേഡിയും മാത്രമാണുള്ളത്. ഡ്രൈവർ ആണെങ്കിൽ സൈക്കോ ക്ലൗണിനെ നോക്കിയിട്ട് ഇവനിത് എന്ത് വേഷമാ ധരിച്ചിരിക്കുന്നത് എന്ന് കൗതുകത്തോടെ നോക്കുമ്പോൾ ആ ലേഡി ആണെങ്കിൽ ഒരൽപ്പം ഭയത്തോടെ നോക്കുകയാണ്. സൈലന്റായി ഇരുന്നിട്ടുള്ള സൈക്കോ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയതും ലേഡി ഭയപ്പെടുകയാണ്. അതിനാൽ നോക്കാതെ നിന്നെങ്കിലും കൗതുകം ലേശം കൂടിയ ലേഡി വീണ്ടും നോക്കിയപ്പോൾ പെട്ടെന്ന് സൈക്കോ കൊടൂരമായി ചിരിച്ചിട്ട് കയ്യിലുള്ള ഹോൺ പീ പീ എന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവിടെ വെച്ച് ഈ ചിത്രം അവസാനിക്കുന്നു. ഇനി ഇതിന്റെ 4ാം ഭാഗം ഉണ്ടാവും. കാരണം വിക്ടോറിയയെ കൊന്നാൽ സൈക്കോയെ കൊല്ലാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണ്. വിക്ടോറിയയെ കൊന്ന ശേഷം സൈക്കോയെ കുത്തി കൊന്നെങ്കിലും അവനെ എന്തോ ഒരു ശക്തി വീണ്ടും പുനർജീവിപ്പിച്ചു. അതിനർത്ഥം ആർട്ട് ദി ക്ലൗൺ എന്ന കൊടൂര സൈക്കോയെ കൊല്ലാൻ മറ്റെന്തോ ഒരു രഹസ്യമുണ്ട്. അത് കണ്ടുപിടിക്കുന്നതുവരെ സൈക്കോയ്ക്ക് മരണമില്ല. കാത്തിരിക്കാം നമുക്ക്. അതുവരെ ബൈ ബൈ.